അസ്സലാമു അലൈക്കും. നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഗാസിയാബാദിൽ അവിടെയുള്ള ഹിന്ദുത്വ വർഗീയവാദികൾ മുസ്ലിമീങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കൊലപ്പെടുത്താനായി വീടുകൾ തോറും വാളുകളും ആയുധങ്ങളുമൊക്കെ വിതരണം ചെയ്ത കാഴ്ച നമ്മളെല്ലാവരും കണ്ടത്. ഈ അടുത്ത കാലത്തായി നിരന്തരമായി കാണുന്ന കാഴ്ചകളാണിതൊക്കെ. മുസ്ലിമീങ്ങളെ ഇല്ലായ്മ ചെയ്യുക, അവരെ കൊന്നുകളയുക, ഇതൊക്കെയാണ് ഈ വർഗീയവാദികളുടെ യഥാർത്ഥ താല്പര്യം അല്ലെങ്കിൽ അജണ്ട എന്ന് പറയുന്നത്. എന്നാൽ അത്തരത്തിൽ ആ ഹിന്ദുത്വ വർഗീയവാദികൾ ആയുധങ്ങൾ വിതരണം ചെയ്ത അതേ ഗാസിയാബാദിൽ തിരിച്ച് മുസ്ലിം സഹോദരങ്ങൾ, അവിടെ ഉണ്ടായിരുന്ന കുറച്ച് മുസ്ലിം ചെറുപ്പക്കാർ ചെയ്തത് എന്താണെന്ന് കാണണ്ടേ. ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യാൻ, ഹിന്ദുക്കളെ കൊന്നുകളയാൻ വേണ്ടി ആയുധങ്ങളെല്ലാം അവർ വിതരണം ചെയ്തത്. നേരെ മറിച്ച് ദേ ഈ ഒരു കാഴ്ച ഒന്ന് കണ്ടു നോക്കൂ. संगठनों ने अपने घर घर जाकर के तलवारें बांटी, चापड़ बांटे, कहा मुसलमानों को काट दो, मुसलमानों को काट दो। तो उनके हम लोग बदले में हम लोग आपको कलम देने आए हैं। इसका मकसद ये है कि आप अपने घर से बच्चे को इतना पढ़ाइए कि वो अपने हक की लड़ाई तो कम से कम खुद लड़े। ये हम लोग ये कलम और ये फूट इसलिए आंटी दे रहे हैं कि इस तलवार का बदला तलवार नहीं होती है ना, ये उसके लिए, ठीक है ना। ये हमारा मकसद ये नहीं कि हम तलवार लेके चले, है ना। हम लोग क्या मुसलमानों के लिए क्या मुसल्ला और टोपी दाढ़ी और क्या है, वही जाएगा, उसी में सारी चीजें हैं। संगठनों ने अपने घर घर जाकर के तलवारें बांटी, चापड़ बांटे, कहा मुसलमानों को काट दो, मुसलमानों को काट दो। तो उनके हम लोग बदले में हम लोग आपको कलम देने आए हैं। इसका मकसद ये है कि आप अपने घर से बच्चे को इतना पढ़ाइए कि वो अपने हक की लड़ाई तो कम से कम खुद लड़े। ये हम लोग ये कलम और ये फूट इसलिए आंटी दे रहे हैं कि इस तलवार का बदला तलवार नहीं होती है ना, ये उसके लिए, ठीक है ना। ये हमारा मकसद ये नहीं कि हम तलवार लेके चले, है ना। हम लोग क्या मुसलमानों के लिए क्या मुसल्ला और टोपी दाढ़ी और क्या है। എന്ത് മനോഹരമായ കാഴ്ചയാണിത്. ആ ഹിന്ദുത്വ വർഗീയവാദികൾ അവിടെ മുസ്ലിമുകളെ കൊല്ലാൻ വേണ്ടി ആയുധങ്ങളാണ് അവിടെ നൽകിയത് എങ്കിൽ, വിതരണം ചെയ്തത് എങ്കിൽ, ഈ മുസ്ലിം ചെറുപ്പക്കാർ പേനയും റോസാപ്പൂക്കളും വീടുകൾ തോറും വിതരണം ചെയ്യുന്നു. ഇതാണ് സുന്ദരമായ ഇസ്ലാമിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. നോക്കൂ, ഇസ്ലാം എന്നുള്ളത് ഒരിക്കലും വാളുകൊണ്ട് പ്രചരിച്ച മതമല്ല. നേരെ മറിച്ച് സ്വഭാവ മഹിമ കൊണ്ടും അറിവ് കൊണ്ടും ലോകത്ത് വളർന്നു വന്ന മതമാണ്. ഗാസിയാബാദിൽ യുവാക്കൾ കയ്യിൽ പേനയും റോസാപ്പൂക്കളും നൽകുമ്പോൾ അവർ നൽകുന്നത് ഇസ്ലാമിന്റെ മനോഹരമായ സന്ദേശമാണ്. പ്രവാചകർ മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ പ്രബോധനം നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ വടിയിൽ മുള്ളുകൾ വിതറിയ ഒരു വൃദ്ധയുണ്ടായിരുന്നു. അവരുടെ പ്രവാചകർ നബി തങ്ങൾ പ്രതികരിച്ചത് എങ്ങനെയായിരുന്നു? അവരെ ആക്രമിക്കാൻ ആളെ വിടുകയല്ല ചെയ്തത്. നേരെ മറിച്ച് ആ വൃദ്ധയെ കാണാതിരുന്ന ദിവസം അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ചു ചെന്ന കാരുണ്യത്തിന്റെ കടലായിരുന്നു പ്രവാചകർ മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഗാസിയാബാദിലെ തെരുവുകളിൽ അത്തരത്തിൽ റോസാപ്പൂക്കളും പേനകളും ഒക്കെ നൽകുമ്പോൾ ആ ഗാസിയാബാദിലെ ചെറുപ്പക്കാർ പിൻപറ്റുന്നത് നബിതങ്ങളുടെ മനോഹരമായ ചര്യയാണ്. വിദ്വേഷത്തിന്റെ മുൾച്ചെടികൾ വളരുന്ന ഹൃദയങ്ങളിൽ സ്നേഹത്തിന്റെ പൂക്കൽ വിടർത്തുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ധർമ്മം. ശത്രുതയല്ല വേണ്ടത്, സൗഹൃദവും സ്നേഹവുമാണ് വേണ്ടത്. അവർ വിദ്വേഷമാണ് കൊയ്യുന്നത് എങ്കിൽ, അവർ വിദ്വേഷമാണ് പടർത്തുന്നത് എങ്കിൽ, നാം പടർത്തേണ്ടത് സ്നേഹത്തിന്റെ സന്ദേശമാണ്. വർഗീയവാദികളായ ഭരണാധികാരികളെ തൊട്ടും ജനങ്ങളെ തൊട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ നാടിനെയും ജനങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി ഒരു മുസ്ലിമായി മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.